ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത്തവണത്തെ സമ്മർ വെക്കേഷന് നാട്ടിൽ പോയപ്പോഴത്തേക്ക് ബാംഗ്ലൂർ ഗോവ ഒരു ട്രിപ്പ് പോയി ഞങ്ങൾ 4 പേരും കൂടി. അപ്പോൾ അതിൽ ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഡൊമസ്റ്റിക് എയർലൈൻസ് വഴിയാണ് ബാംഗ്ലൂർക്ക് പോയത്. ആദ്യം ട്രെയിനിൽ പോവാം, കാറിൽ പോകാം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും ടയേർഡാകും, ഒരുപാട് ടൈം പോകും, അങ്ങനെയൊക്കെ വിചാരിച്ച് പിന്നെ അത് ഫ്ലൈറ്റിലോട്ടാക്കി. എന്തായാലും എല്ലാവർക്കും ഒരുപാട് എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ഞങ്ങൾ 4 പേരും കൂടിയുള്ള ഒരു കുറച്ച് ദിവസങ്ങളാണല്ലോ, അടിച്ചു പൊളിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോയത്. അപ്പോൾ അത് ആ ഫ്ലൈറ്റിലൊക്കെ കയറി സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഫ്രണ്ടിലാട്ടോ നിയാകുട്ടിക്കും നിഹാങ്കുട്ടനും സീറ്റ് കിട്ടിയത്. എനിക്ക് ഇപ്പുറത്തെ സൈഡും വിംചേട്ടൻ അപ്പുറത്തെ സൈഡുമായിരുന്നു. 1 മണിക്കൂർ യാത്രയേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണടച്ചൊന്ന് തുറന്നപ്പോഴത്തേക്കും ബാംഗ്ലൂർ എത്തി. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതാ പോകാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്ക് ബാംഗ്ലൂർ ചെന്നിട്ട് ബാക്കി. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ചൂടുള്ളൊരു സമയമായിരുന്നു കേട്ടോ. മഴയും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, പക്ഷെ നല്ല ചൂടായിരുന്നു. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് എത്തുകയാണ്. എയർപോർട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു. നല്ല ആംബിയൻസ്, എന്താ പറയുക, നല്ല സ്പേഷ്യസ്, കാണാനുമൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഒട്ടും തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സീനറിയും അങ്ങനെ അതും ഇതുമൊക്കെ നോക്കിയും കൊണ്ടൊക്കെ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. കാര്യം ലഗേജ് വരാൻ കുറച്ച് വൈകി. അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഇനി ഹോട്ടലിലേക്ക് പോകണം. അപ്പം ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് 1 മണിക്കൂർ യാത്രയുണ്ട്. നമ്മൾ ഇതിനോട് അടുത്തല്ലായിരുന്നു എടുത്തത്. അപ്പം ഗ്രാൻഡ് മെർക്യൂർ എന്നും പറഞ്ഞൊരു ഹോട്ടലാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാംഗ്ലൂർ കാഴ്ചകളൊക്കെ കാണാം. ബാംഗ്ലൂർ എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ ഊബർ ഉപയോഗിച്ചാണ് പോയത്. ഊബർ ബുക്ക് ചെയ്ത് കാറും ഓട്ടോയും ഒക്കെ മാറിയും തിരിഞ്ഞും ഒക്കെ കയറിയാണ് ഓരോ സ്ഥലങ്ങളിലും പോയത്. അപ്പോൾ ഇത് നമ്മളുടെ എയർപോർട്ടിൻ്റെ വെളിയിലുള്ള ഭാഗമാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ചെറിയ സ്നാക്സും പിന്നെ കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ചു. കുട്ടികൾക്ക് നന്നായിട്ട് ടയേർഡായി. 1 മണിക്കൂറേ യാത്രയുള്ളെങ്കിലും ചൂടൊക്കെ കൊണ്ടായിരിക്കും പെട്ടെന്ന് ടയേർഡായി എന്ന് പറഞ്ഞു. പിന്നെ രാവിലെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതും, അതൊക്കെ കൊണ്ടായിരിക്കും. അങ്ങനെ കുറേ നേരം പുറത്തോട്ടുള്ള കാഴ്ചകളും അതും ഇതും എല്ലാം കണ്ടുകൊണ്ടിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവരങ്ങ് ഉറങ്ങിപ്പോയി. 1 മണിക്കൂർ യാത്രയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ബാംഗ്ലൂർ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും നമ്മളുടെ UAE ചെയ്യുന്ന പോലെ സൈഡിലെല്ലാം അവർ കുറേ ഫ്ലവേഴ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല അതുപോലൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചങ്ങോട്ട് സിറ്റിയിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഒരു ട്രാഫിക്കിൻ്റെ തിരക്കും ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നമ്മളുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്, ഗ്രാൻഡ് മെർക്യൂർ. ഇത് ഗോപാലൻ മാൾ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, അതിനോട് ചേർന്നുള്ള ഒരു ഹോട്ടലായിരുന്നു. നല്ല കിടിലൻ ഹോട്ടലായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഗ്രാൻഡ് മെർക്യൂർ, ഇതാണ് ഹോട്ടൽ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ആംബിയൻസും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു. എല്ലാം കൊള്ളാം. അവരുടെ സർവീസ് ആണെങ്കിൽ പിന്നെ പറഞ്ഞറിയിക്കേണ്ട നല്ല കിടിലൻ സർവീസായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടൽ. ഇതും ഞാൻ നമ്മൾ ഓൺലൈനാണ് ബുക്ക് ചെയ്തത്. ഇതെല്ലാം ചെയ്തത് വിംചേട്ടനാണ് കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാണ് ഏത് ഹോട്ടലാണ് എന്താണെന്നൊക്കെ അറിഞ്ഞത്. എല്ലാം നല്ല കിടിലൻ സംഭവങ്ങളായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹോട്ടലിൽ കയറിയപ്പോൾ തൊട്ട് നിഹാൻ ചോദിച്ചുകൊണ്ടിരിക്കുക, അമ്മ പൂളുണ്ടോ, പൂളിൽ കളിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നേരത്തെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേക്കേഷനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പൂളിൽ കളിക്കാനും പൂളിൽ ഉള്ള ബഹളവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മളുടെ റൂം എത്തിയിരിക്കുകയാണ്. നല്ല കിടിലൻ അടിപൊളിയൊരു റൂമായിരുന്നു കേട്ടോ. നല്ല സ്യൂട്ട് റൂം, നല്ല സൂപ്പർ റൂമായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എല്ലാം. അവരുടെ ഒരു വെൽക്കം സംഭവങ്ങളൊക്കെ നന്നായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. സ്നാക്സും സ്വീറ്റ്സും അങ്ങനെ എല്ലാം കിടിലമായിരുന്നു. റൂം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. റൂം എക്സ്പ്ലോർ ചെയ്യുകയാണെന്നും പറഞ്ഞ് കാണിക്കുന്ന കേട്ടോ ഇതെല്ലാം. അങ്ങനെ നിയാകുട്ടിയും നിഹാനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിഹാനിങ്ങനെ ഓരോ ചെറിയ ഈ ലൈറ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അതെല്ലാം ആശാൻ പോയി ആദ്യം തന്നെ നോക്കിയത്. അങ്ങനെ ഇതാണ് നമ്മളുടെ റൂം. അപ്പോൾ ബാംഗ്ലൂരിൽ വന്ന ആദ്യത്തെ ആ ഒരു സ്റ്റേ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മുടെ വെളിയിലോട്ടുള്ള വ്യൂ ആട്ടോ. നല്ല കിട്ടിലും വ്യൂ അല്ലേ. നമുക്ക് എന്തോരം ബിൽഡിങ്ങുകളാണ് നമ്മളുടെ ഷാർജയിൽ നമ്മളുടെ ഫ്ലാറ്റിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഉള്ളൊരു ലുക്ക്. പിന്നെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ബാത്റൂം എല്ലാം നല്ലതായിരുന്നു കേട്ടോ.
അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫ്രഷായി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഹോട്ടലിൽ തന്നെ പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും നമ്മളുടെ ലഞ്ച് ഓർ ഡിന്നർ നമുക്ക് ഈ സ്റ്റേയുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ചയായതുകൊണ്ട് നമുക്ക് ലഞ്ച് കഴിക്കാം എന്നുള്ള രീതിയിൽ പോയി. ഫുഡിൻ്റെ കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ, വളരെ ടേസ്റ്റി ഫുഡായിരുന്നു. എല്ലാം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ചില സ്ഥലങ്ങളിൽ നമ്മൾ സ്റ്റേക്കേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസം പോയി കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇവിടുത്തെ ഫുഡ് ഭയങ്കര നല്ലതായിരുന്നു. കേരള ഫുഡും അല്ലാതെയുള്ള എല്ലാം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് എല്ലാം നല്ലതായിരുന്നു കേട്ടോ. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ്. അപ്പോൾ ആദ്യം വന്ന ദിവസം തന്നെ നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം, വെറുതെ കണ്ട് നടക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ടൊക്കെയാണ് പോയത്. വലിയ ഷോപ്പിംഗ് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിലൊക്കെയാണ് പോയത്. പക്ഷേ ഞാൻ അധികം കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചില്ല. പിന്നെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കുട്ടീനെയും വിംചേട്ടൻ്റെ കയ്യിൽ നിഹാനെയും പിടിച്ചിട്ടാണ് നടക്കുന്ന കാര്യം. നല്ല തിരക്കും അത്യാവശ്യം എന്താ പറയുക നല്ല ഒരു ക്രൗഡുള്ളൊരു ഏരിയ ആയിരുന്നു. പിന്നെ നടക്കാനായിട്ട് വലിയ സൗകര്യമില്ല, വളരെ ചെറിയ ചെറിയ ഇടുങ്ങിയ വഴികളും അങ്ങനെയൊക്കെ. അതുകൊണ്ട് എനിക്ക് വീഡിയോ അത്ര അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല, കാര്യം മക്കളെ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് ഞാൻ കൂടുതലും ആ രീതിയിലേക്കാണ് പോയത്. പിന്നെ ഒരുപാട് ചെരുപ്പുകളും ഷൂസ്, ബാഗ്സ്, അങ്ങനെ എല്ലാം കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലും അത്യാവശ്യം നല്ല രീതിയിൽ ഷോപ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. വളരെ ചീപ്പായിട്ടൊന്നും അവർ കുറച്ചൊന്നും തരുന്നില്ല കേട്ടോ. അവിടെ വെച്ച് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു, ഗണേഷ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവൻ അവിടെ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവനും അവിടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ വരാമെന്ന് പറഞ്ഞു അവിടെ വന്നു. അങ്ങനെ അവനുമായിട്ട് ഈ ഷോപ്പിൽ കയറി. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. വാങ്ങിച്ചില്ലെങ്കിലും ഇതെല്ലാം കാണാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം. അങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം എന്താ കാണുമോ അതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കയ്യിലൊക്കെ പിടിച്ച് നോക്കി. നമ്മളുടെ ഓരോരോ പ്രത്യേക രീതിയിലുള്ള സംഭവങ്ങളായതുകൊണ്ടേ ഇതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഞാൻ ആ ഷോപ്പിൽ എല്ലാവരും കൂടി അവിടെയൊക്കെ നിന്ന് ഓരോ ബുദ്ധൻ്റെ പ്രതിമ, ഇവരുടെ ബാംഗ്ലൂർ മിക്ക ഷോപ്പുകളിലും ഈ ബുദ്ധൻ്റെ പ്രതിമകൾ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. ഒരു 8 o'clock ആയപ്പോഴത്തേക്കും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി സുഖമായിട്ട് കിടന്നുറങ്ങി. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ എല്ലാവരും കുളിച്ച് കുട്ടപ്പന്മാരായി പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാം, എക്സ്പ്ലോർ ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിഹാൻ ആദ്യം തന്നെ റെഡിയായി കുളിച്ച് മിടുക്കനായിട്ട് നിൽക്കുകയാണ്. കണ്ടോ, ഇതാണ് നമ്മളുടെ ഇവിടുത്തെ രാവിലത്തെ കാഴ്ച. നല്ല വ്യൂ ആട്ടോ. ഈ റൂമിന് ആകെ ഉള്ളൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിന് ബാൽക്കണി ഇല്ല. ചില റൂമുകൾ നമ്മൾ എടുക്കുമ്പോൾ ബാൽക്കണിയും കൂടി കാണും. ഒരു ബാൽക്കണിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ അടിച്ച് പൊളിച്ചേനെ, തകർത്തേനെ. അങ്ങനെ എല്ലാവരും റെഡിയായി. ഞങ്ങൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ അപ്പോഴത്തേക്ക് വന്നു കേട്ടോ. അപ്പം നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേയോടുകൂടി ആ ടൈമും കൂടി ആയതുകൊണ്ട് കുറച്ച് അവധിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം കുറച്ച് ആൾക്കാർ ആ സമയത്തുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിയാക്കുട്ടിയുടെ ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ചു നിഹാൻ. അങ്ങനെ ഞങ്ങൾ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ചില സ്ഥലങ്ങളിലൊന്നും എനിക്ക് വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് കുട്ടികൾ രണ്ടുപേരുടെയും കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചില സമയങ്ങളിൽ വീഡിയോ ഒന്നും എടുക്കാറില്ല. പിന്നെ പോയത് ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ മൈസൂരിൽ ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരം പോലെ ഒന്നും അല്ല കേട്ടോ, ഇത് വളരെ ചെറുതാണ്. ഇത് കോടതി പോലെ ഒരു സംഭവമാണ്. അവിടെ ഒരു തട്ട് പോലെ ഉണ്ട്, പുള്ളി അവിടെ വന്ന് കണ്ടോ അത് അവിടെ വന്ന് നിൽക്കും, എന്നിട്ട് വിചാരണ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. അകത്തേക്ക് വീഡിയോയും ഫോട്ടോയും ഒന്നും എടുക്കാൻ പറ്റില്ല, ചില സ്ഥലങ്ങളിൽ മാത്രമേ പറ്റൂ. ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു വീഡിയോ മാറ്റിക്കോളാം. ഇതിൻ്റെ നമ്മൾ ബാക്കിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ്. ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടുള്ള ഒരു സംഭവം എനിക്ക് തോന്നിയില്ല, ജസ്റ്റ് ഒരു ഓൾഡ് ബിൽഡിംഗ് ആണ് എന്ന് അവർ യൂസ് ചെയ്തിരുന്നതാണ്. അത് നമ്മൾ ജസ്റ്റ് നമുക്ക് കണ്ട് പോവാം, അല്ലാതെ മൈസൂർ പാലസ് പോലെയുള്ള വലിയ ഒരു ഇതായിട്ടില്ല. പിന്നെ ഇത് വളരെ ചെറിയൊരു കാര്യം, വളരെ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പുള്ളി എപ്പോഴെങ്കിലും ഒക്കെ വരുമ്പോഴത്തേക്ക് വിശ്രമിക്കുകയും ആൾക്കാരുമായിട്ട് സംസാരിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ അറിയാനും ഒക്കെ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ചെറിയ പാലസ് ആണെന്നാണ് പറഞ്ഞത്. ഈ ഒരു സ്ഥലത്താണ് വന്ന് നിൽക്കാറ്. അവിടെ നിന്നിട്ട്
പുറത്ത് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ മുകളിൽ കയറാനൊക്കെ പറ്റും. വളരെ ഓൾഡായിട്ടുള്ളൊരു ബിൽഡിംഗ് ആട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലെല്ലാം നല്ല രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഞങ്ങളത് കണ്ടു കഴിഞ്ഞു. 20 രൂപയാണ് ഒരാൾക്ക് നമുക്കിതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഓട്ടോ ബുക്ക് ചെയ്തു. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, ഒരു 15 മിനിറ്റിൽ എത്തേണ്ട ഒരു സ്ഥലത്ത് ഞങ്ങളെത്തിയത് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഈ ട്രാഫിക്കോട് ട്രാഫിക്. അങ്ങനെ ഞങ്ങൾ എത്തിയത് ജയനഗറിലാട്ടോ. ഏറ്റവും കൂടുതൽ ആളുകൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നൊരു സ്ഥലമാണ് ജയനഗർ. ബെഡ്ഷീറ്റ്സും കുർത്തിയും ബാഗ്സും ചെരുപ്പും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ജയനഗറിൽ കിട്ടും. നമുക്ക് നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാനും ഒക്കെ പറ്റും. എന്നാലും ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് അവരത് സമ്മതിച്ച് തരത്തുമില്ല. പിന്നെ നമ്മളുടെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകാനൊക്കെ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. എന്നാലും അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ജയനഗർ. അങ്ങനെ ഞങ്ങളിതാ ജയനഗറിലെത്തി. നിയാകുട്ടിക്ക് സോഫ്റ്റ് ടോയ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ടോയ്സും കാര്യങ്ങളും അതെല്ലാം നോക്കി. പിന്നെ ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് ഷോപ്പ് ചെയ്തു. കുർത്തീസ്, ബെഡ്ഷീറ്റ്സ്, ബാഗ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ കുറേ ആൾക്കാർക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ജയനഗർ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു. അപ്പം നിങ്ങളൊന്ന് ജയനഗർ കണ്ടു നോക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജയനഗറിൽ നിന്നപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് വിംചേട്ടൻ്റെ ഫ്രണ്ട്സ് എത്തി. ഗണേഷും നാസിമും എത്തി. നാസിമിൻ്റെ വൈഫ് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൻ വൈഫിനെയും കുട്ടികളെയൊക്കെ കാണാൻ വേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ഞങ്ങളുമായിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ജയനഗർ മൊത്തം ഇതുപോലെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയാണ്. ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. പക്ഷേ ക്വാളിറ്റി ചില സാധനങ്ങൾക്കൊന്നും ഒട്ടും ക്വാളിറ്റി ഇല്ല. ചിലതൊക്കെ നല്ല ക്വാളിറ്റിയിലും കിട്ടും. ജയനഗറിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് ഷോപ്പ് ചെയ്തു. ആ ബാക്കിൽ കിടക്കുന്ന ബാഗിൽ വരെ സാധനങ്ങൾ കുത്തിക്കയറ്റി നിറച്ച് വെച്ചിരിക്കുക. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ തപ്പിപ്പോയി. അങ്ങനെ ഒരു ഹോട്ടൽ കിട്ടി, ഗ്രാൻഡ് എംപയർ. അവിടെ ഫുഡ് കഴിക്കാനിരിക്കുക കേട്ടോ. ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും കൂടി ഇനി തിരിച്ച് നമുക്ക് ഹോട്ടലിൽ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് വീണ്ടും ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനായി. അപ്പോൾ നമ്മൾ മെട്രോയുടെ കാർഡൊക്കെ എടുത്തു. മെട്രോയിൽ കയറാനായിട്ട് ഏറ്റവും കൂടുതൽ ധൃതിയും കാര്യങ്ങളൊക്കെ നിഹാൻകുട്ടനായിരുന്നു. അവന് മെട്രോയിൽ കയറണം, ട്രെയിനിൽ പോകണം, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം എന്നൊക്കെ ഫുൾ ടൈം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഗണേഷും പറഞ്ഞു 2 മെട്രോ മാറി കയറിയാൽ നമ്മുടെ ഹോട്ടലിലേക്ക് പിന്നെ ഒരു ഓട്ടോ പിടിച്ചു പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. നിയാകുട്ടിയുടെ കയ്യിലിരിക്കുന്നത് നിയ വാങ്ങിച്ച സോഫ്റ്റ് ടോയ് ആട്ടോ. എന്തൊരു വലുതാന്ന് നോക്കും. ഇനി ഇതിനെയും കൊണ്ട് വേണം UAE പോകാൻ. അപ്പോൾ നമ്മൾ മെട്രോ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെട്രോ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ഈ ഒരു ആൾത്തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മെട്രോ ഭയങ്കര തിരക്കൊന്നും ഇല്ലാതിരിക്കും, നമുക്ക് സിമ്പിളായിട്ട് കയറിപ്പോവാന്ന്. എൻ്റെ പൊന്നേ, ശ്വാസം വിടാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ കുത്തി തിക്കി തിക്കും തിരക്കും കൊണ്ട് എനിക്ക് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളുടെ മെട്രോയും വെയിറ്റ് ചെയ്ത് ഞങ്ങളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനിവിടെ നമ്മുടെ ഇവിടുത്തെ മെട്രോയിലല്ലാതെ നമ്മുടെ നാട്ടിലെ മെട്രോയിലൊന്നും നമ്മൾ കയറിയിട്ടില്ല. അപ്പോൾ വരുന്നതാണ് നമ്മളുടെ മെട്രോ. അപ്പോൾ ഈ മെട്രോയിൽ കയറി ഞങ്ങൾ റൂമെത്തി. പിന്നെ ഫ്രഷായി
പിന്നീട് നമ്മളുള്ള കറക്കം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും, ഇനിയും ഞാൻ വീഡിയോസിൻ്റെ കൂടെ ആഡ് ചെയ്താൽ അതുകൊണ്ടാട്ടോ. അപ്പം മറക്കാതെ അടുത്ത കണ്ടിന്യൂവേഷൻ കാണാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോ ഉടനെ വരും.